Every time you write my face, I do wanna say it's you my babe. I won't be too late. ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ടെമ്പിൾ വിസിറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ദുബായിൽ എത്തിയ ശേഷം അധികം അമ്പലത്തിലൊന്നും പോയിട്ടില്ല, ആകെ ഒരു തവണയെ പോയിട്ടുള്ളൂ. ആ സെയിം ടെമ്പിളിൽ തന്നെയാണ് ഇത്തവണയും പോണത്. ദുബായിലുള്ള കൃഷ്ണ ടെമ്പിളിലാണ് നമ്മൾ പോണത്. അതിൻ്റെ മുന്നേ ജസ്റ്റ് ഒന്ന് ബോട്ടിൽ ജസ്റ്റ് ഒന്ന് കറങ്ങി വരാമെന്ന് കരുതി. ഇത് ദുബായിലുള്ള അബ്രാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേസ് ആണ് കേട്ടോ. നമുക്ക് ഇവിടെ 1 ദിർഹം വെച്ച് ഒരു ബോട്ട് യാത്ര ചെയ്യാൻ പറ്റും. ബോട്ട് യാത്ര മീൻസ് ഇവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് പോവാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബോട്ട് അവർ വെച്ചിട്ടുള്ളത്. എത്ര കണ്ടാലും അല്ലെങ്കിൽ എത്ര പോയാലും മടുക്കാത്തൊരു പ്ലേസ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വിന്റർ ടൈമിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു വൈബായിരിക്കും കേട്ടോ. ഭയങ്കര തണുപ്പായിരിക്കും, ഒരുപാട് കിളികളുണ്ടാവും. കിളികൾ മീൻസ് പ്രാവുകളുണ്ടാവും. അങ്ങനെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഈ അബ്ര എന്ന് പറയുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഗോൾഡ് സൂക്ക് ഒക്കെ കാണാം കേട്ടോ. പക്ഷെ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ ഈ ബോട്ട് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഭാഗത്തേക്ക് വന്നത്. നമ്മൾ ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. ആ ഭാഗത്താണ് ടെമ്പിൾ ഉള്ളത്. അപ്പോൾ അങ്ങോട്ട് തന്നെ പോവാണ്. ബോട്ട് യാത്ര കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോവാണ്. ഈ ഗ്രാൻഡ് സൂക്ക് എന്ന് എഴുതിയിട്ടുള്ള ഈ ഒരു ഭാഗത്തോടെയാണ് പോകേണ്ടത്. ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. പഴയ ദുബായ് എന്നൊക്കെ പറയാം. ഇവിടെ ഒരുപാട് ഐറ്റംസ് അവർ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ക്ലോത്ത്സ്, ഓർണമെന്റ്സ്, സ്പൈസസ്, അങ്ങനെ സെന്റുകൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതിലൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. കാരണം ഒരുപാട് കാഴ്ചകളുണ്ട്. ഇതുപോലെയുള്ള ഒരുപാട് പഴയ ആന്റിക് ടൈപ്പ് സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തേക്ക് എത്തും തോറും അമ്പലത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരുപാട് ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. മുല്ലപ്പൂവ്, ഭസ്മം, അങ്ങനെ നല്ല എല്ലാത്തിൻ്റെയും സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് അവിടെ സത്യം പറഞ്ഞാൽ നല്ല പോസിറ്റീവ് വൈബായിരിക്കും. ഇവിടെ ആദ്യം ഒരു ശിവ ടെമ്പിൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ ജബലയിലേക്ക് ചേഞ്ച് ചെയ്തു. കൃഷ്ണ ടെമ്പിൾ ഇപ്പോഴും അവിടെ അവൈലബിൾ ആണ് കേട്ടോ. ആ കൃഷ്ണ ടെമ്പിളിലേക്കാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നടക്കുന്ന സമയത്തുള്ള ഒരു പഴയ ദുബായിയുടെ ഒരു രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ചെറിയ ഷോപ്സിലൊക്കെ കയറി നോക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ ചിലയിടത്തൊക്കെ റേറ്റ് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്തു. ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. അതിനകത്ത് പാലിൻ്റെ കുപ്പിയുണ്ട്, കണ്ടില്ലേ? ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ഐറ്റം കാണുന്നത്. നോർത്ത് ഇന്ത്യൻ ടൈപ്പിലുള്ള ഒരു ആചാരങ്ങളൊക്കെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണം. ഈ താമരയൊക്കെ കാണുന്ന സമയത്ത് തന്നെ മൈൻഡ് ഭയങ്കര റീഫ്രഷ് ആവുന്നുണ്ട് കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണിത്. കാരണം ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു ഏരിയ ആയതുകൊണ്ട് നിങ്ങൾ എന്തായാലും ദുബായിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വരണം. ഞാൻ അവിടെ നിന്ന് കുറച്ച് പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു റീൽസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലാണ് അമ്പലം ഉള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഞാൻ അമ്പലത്തിലേക്ക് ഒന്ന് പോയിട്ട് വരാം. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് നമുക്ക് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പ്രസാദത്തിന്റെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രസാദമാണിത്. പിന്നെ ഒരു പപ്പടം പോലത്തെ ഒരു സാധനവും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോരായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നോർത്ത് ഇന്ത്യൻസ് ആണ് തോന്നുന്നു ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. മലയാളീസും ഉണ്ട്, എന്നാലും കമ്പാരിറ്റീവ്ലി നോർത്ത് ഇന്ത്യൻസ് തന്നെയാണ് കൂടുതലുള്ളത്.
അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ചെറിയ ഷോപ്സിലേക്ക് ഒന്ന് കയറി നോക്കി. രാത്രിയാവും തോറും അവിടെയൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ വെറുതെ അവിടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസമായിരുന്നു. തൽക്കാലം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.